ഹലോ എവറിബഡി, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് പാൻകേക്ക് രൂപത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വിറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും അടങ്ങിയ ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാൻകേക്കാണ്. ഇത് വായിൽ വെച്ചാൽ നമ്മൾ ഇറക്കുന്നത് അറിയുകയില്ല, അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 150 ഗ്രാം പൊട്ടാറ്റോ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 150 ഗ്രാം പൊടിയായി അരിഞ്ഞ കാബേജ്, 100 ഗ്രാം പൊടിയായി അരിഞ്ഞ ക്യാരറ്റും വേണം. പിന്നെ കുറച്ച് കോറിയൻഡർ ലീവ്സ് വേണം. പിന്നെ 2 കോഴിമുട്ട വേണം നമുക്കിതിലേക്ക് ചേർക്കാൻ. അപ്പോൾ നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് 1.5 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. മൈദ മാവ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി ആയാലും മതി. മൈദ മാവിൽ ചെയ്താൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ 1.5 കപ്പ് മൈദയും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് ഇതൊരു ബാറ്ററാക്കി എടുക്കാം. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചിട്ട് വരാം. കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തതാണിത്. അപ്പോൾ ഭയങ്കര ടൈറ്റാണ്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും പൊടിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് പോലത്തെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഈ ബാറ്റർ കുറച്ച് കട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ പറ്റിയിരിക്കുന്ന മാവൊക്കെ കുറച്ച് വെള്ളത്തിൽ അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. 1/4 കപ്പ് വെള്ളത്തിൽ നമുക്കത് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ 1/4 കപ്പ് വെള്ളത്തിൽ ഞാൻ ആ മിക്സിയുടെ ജാറിലുള്ള ബാറ്ററൊക്കെ നന്നായിട്ട് അഴിപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി മുട്ട കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ലൂസാവും. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാവും. അപ്പോൾ നമ്മൾ ശരിക്കും 1.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കാബേജ് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പൊടിയായി അരിഞ്ഞ ക്യാരറ്റും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. കാബേജും ക്യാരറ്റും വളരെ ഗുണമുള്ളതാണ്. ലീഫി വെജിറ്റബിളായ കാബേജിൽ ധാരാളം വിറ്റാമിൻ എ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മളത് ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ക്യാരറ്റും നമ്മുടെ കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. ബീറ്റ കരോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ക്യാരറ്റിൽ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്കിതിലേക്ക് കോറിയൻഡർ ലീവ്സ് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കഴിയുന്നതും ഇത് ഉൾപ്പെടുത്തിയ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം.
പിന്നെ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി 1 ടീസ്പൂൺ കറുത്ത ജീരകം ചേർത്ത് മിക്സ് ചെയ്യാം. ധാരാളം ഗുണങ്ങൾ അടങ്ങിയതാണ് കരിഞ്ജീരകത്തിൽ. അപ്പോൾ നമ്മളിതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ വൈകുന്നേരങ്ങളിൽ സ്നാക്സിലും ഈ കരിഞ്ജീരകം ഉൾപ്പെടുത്തി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം. 10 മിനിറ്റിന് ശേഷം ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിൽ ഓയിൽ തടവിയതിന് ശേഷം ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ പതിയെ പരത്തി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് പരത്തി കൊടുക്കാൻ. അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം എണ്ണ ഇട്ടാൽ മതി, അല്ലാത്തവരെ അവോയ്ഡ് ചെയ്യുക. അതിനുശേഷം മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് കവർ ചെയ്ത് 2 മിനിറ്റ് ഒരു സൈഡ് മുരിച്ചെടുക്കുക. 2 മിനിറ്റിന് ശേഷം തുറന്ന് അത് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി എണ്ണ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. വളരെ സോഫ്റ്റായിട്ടുള്ളതും യമ്മിയുമായിട്ടുള്ള ഒരു പാൻ കേക്കാണിത്. വളരെ ഹെൽത്തിയുമാണ്. ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഓരോ തവി വീതം ഒഴിച്ച് ബാറ്റർ തീരുന്നത് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെജിറ്റബിളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പരത്തുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് പരത്തണം, അല്ലെങ്കിൽ വിട്ട് പോരും. ലോ ഫ്ലെയിമിൽ വേണം ബാറ്റർ ഒഴിക്കാൻ. അതിന് ശേഷം എണ്ണ ഒഴിച്ച് നമ്മളിത് കവർ ചെയ്ത് 2 മിനിറ്റ് ഓരോ സൈഡും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള പാൻ കേക്കാണിത്. വളരെ ഹെൽത്തിയുമാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ 1.5 കപ്പ് പൊടി കൊണ്ട് 9 പാൻ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബാക്കി വരുവാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് പാനിൽ ഇതുപോലെ 2 സൈഡും മറിച്ചും തിരിച്ചുവിട്ട് 1 മിനിറ്റ് വീതം ചൂടാക്കി എടുത്താൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈ പാൻ കേക്ക് കഴിക്കാൻ പറ്റും. വളരെ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇത് വായിലേക്ക് വെച്ചാൽ അലിഞ്ഞിറങ്ങുന്ന ഒരു പാൻ കേക്കാണ്. ഇത് കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ദോശ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുന്ന വൈറ്റ് ചട്നി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതിലും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.